അതേസമയം കോൺസ്റ്റാന്റിനോപ്പിൾ കോട്ടയിൽ ചക്രവർത്തിയുടെ യുദ്ധതന്ത്രം വളരെ ലളിതമായിരുന്നു. വാഗ്ദാനം ചെയ്യപ്പെട്ട സഹായ സേനകൾ വരുന്നതുവരെ കോട്ട വീഴാതെ തുർക്കികളെ തടഞ്ഞു നിർത്തുക. അതുപോലെ തന്നെ ദുർബലമായ ഗോൾഡൻ ഹോണിൻ്റെ ഭാഗത്തേക്ക് ഒരു ശത്രു കപ്പലിനെയും പ്രവേശിപ്പിക്കാതിരിക്കുക. ആ പ്രവേശനം തൻ്റെ സാമ്രാജ്യത്തിൻ്റെ പതനമാണെന്ന് മനസ്സിലാക്കിയിരുന്ന ചക്രവർത്തി ആ ഭാഗത്ത് വലിയ ശ്രദ്ധ തന്നെ പതിപ്പിച്ചു. അങ്ങനെ ആകാശത്ത് ഉരുണ്ടുകൂടിയ അനിശ്ചിതത്വങ്ങൾക്ക് എല്ലാം ഒടുവിൽ അന്നത്തെ ഏറ്റവും വലിയ പീരങ്കിയായ ബസലിക്ക എന്ന കാനോനിൽ നിന്നും ആദ്യത്തെ തീയുണ്ട കോൺസ്റ്റാന്റിനോപ്പിൾ നഗരത്തെ വിറപ്പിച്ചുകൊണ്ട് ആ കോട്ടയുടെ ഭിത്തിയിൽ പതിച്ചു. അതിന് വിള്ളൽ വീഴ്ത്തു. അവസാനത്തെ ഒട്ടോമൻ ബൈസന്റൈൻ യുദ്ധത്തിന് ആരംഭം കുറിച്ചു. തുടരെയുള്ള പീരങ്കി ആക്രമണങ്ങളുടെ അകമ്പടിയോടെ ഒട്ടോമൻ കരസൈന്യം കുതിരപ്പടയുടെ നേതൃത്വത്തിൽ കോട്ടയിൽ പീരങ്കികൾ സൃഷ്ടിച്ച വിള്ളലുകൾ ലക്ഷ്യമാക്കി കുതിച്ചുവാങ്ങി. എന്നാൽ മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ ഉള്ള കോട്ടയുടെ മുൻതൂക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന് അമ്പുകളും ക്രീക്ക് ഫയർ എന്ന തീയും ടാറും ചേർന്ന സംവിധാനവും മികച്ച പീരങ്കികളും ഉപയോഗിച്ച് ജിയോവാനിയുടെ നേതൃത്വത്തിൽ ബൈസന്റൈൻമാർ ഈ ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ചു. വിള്ളലുകൾക്ക് പുറമെ കോവണിയിലും മറ്റും ഭിത്തികളിലൂടെ കോട്ടയെ ഭേദിക്കാൻ ശ്രമിച്ച തുർക്കികളെ അവർ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ച് തടഞ്ഞു നിർത്തി. വലിയ പ്രഹരശേഷിയുള്ള സുൽത്താൻ്റെ പീരങ്കികൾ കോട്ട ഭിത്തിയിൽ വിള്ളൽ വീഴ്ത്തുന്നുണ്ടായിരുന്നെങ്കിലും ആ പീരങ്കികളുടെ അടുത്ത പ്രഹരത്തിനെടുക്കുന്ന സമയം വളരെ വളരെ കൂടുതലായിരുന്നു. 3 മണിക്കൂറായിരുന്നു ബസലിക്ക കാനോനെ എടുക്കുന്ന സമയം. ഈ ദൗർബല്യം ബൈസന്റൈൻമാർക്ക് വലിയ അനുഗ്രഹമായി. കരസേനയെ എല്ലാ വിധത്തിലും പ്രതിരോധിക്കുന്നതോടൊപ്പം തന്നെ വിള്ളൽ വീണ ആ ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കാനും അതുവഴിയുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ അവസാനിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞു. വൻ ആൾനാശമാണ് ആദ്യ ദിനങ്ങളിൽ ഒട്ടോമൻസ് നേരിട്ടത്. തൻ്റെ പീരങ്കികളുടെ ബലഹീനത മനസ്സിലാക്കിയ സുൽത്താൻ തുരങ്കയുദ്ധം ശക്തമായി ആരംഭിക്കാനും അതിന് വേഗത വർദ്ധിപ്പിക്കാനും നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെ കരയുദ്ധത്തിൽ ഉപരോധ യന്ത്രങ്ങൾ, വലിയ ഗോപുരങ്ങൾ പോലുള്ളവ ഉപയോഗിച്ച് ആൾനാശം കുറയ്ക്കാനും ഒരു ശ്രമം നടത്തി നോക്കി. എന്നാൽ മികച്ച രീതിയിൽ പീരങ്കികൾ സംവിധാനിച്ച് ഈ തുർക്കികളുടെ ഉപരോധ യന്ത്രങ്ങളെ കോൺസ്റ്റാന്റിൻ്റെ പട്ടാളക്കാർ കത്തിച്ച് ചാമ്പലാക്കി. തുരങ്കങ്ങൾ വഴിയുള്ള നീക്കങ്ങളെ വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ വെച്ച് കണ്ടുപിടിച്ച് മറുതുരങ്കങ്ങൾ പണിയുകയും അവ പരാജയപ്പെടുത്തുകയും തുരങ്കങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. കുറേ തുരങ്ക നിർമ്മാതാക്കളെ പിടികൂടി തടവിലാക്കുകയും ചെയ്തു. ഇതേ സമയം കടലിൽ പറയത്തക്ക പോരാട്ടങ്ങൾ ഒന്നും തന്നെ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്നില്ല. മരണത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന തുർക്കികൾ തുറന്ന പോരാട്ടമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, തൻ്റെ സൈനികൻ വീണുപോയാൽ ആ ശവശരീരം അവിടെ നിന്ന് സാഹസികമായി എടുത്ത് തൻ്റെ കൂടാരത്തിലെത്തിക്കുന്ന ഒരു പ്രവണത കൂടി അവർക്കുണ്ടായിരുന്നു. ഇതെല്ലാം അവരുടെ ആൾനാശം വളരെ 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 വർദ്ധിപ്പിക്കാൻ കാരണമായി. കുറേ ദിവസത്തെ യുദ്ധത്തിൽ പറയത്തക്ക ഒരു മുന്നേറ്റവും നടത്താൻ ഒട്ടോമൻസിന് കഴിഞ്ഞതേയില്ല. എന്നിട്ടും ഒരു കുലുക്കവും ഇല്ലാതിരുന്ന സുൽത്താൻ ആക്രമണത്തിൻ്റെ ചുമതല അന്നത്തെ തുർക്കിയിലെ എലൈറ്റ് വിഭാഗമായ ജാനിസറികളെ ഏൽപ്പിച്ചു. ജാനിസറികൾ കോട്ടയുടെ ദുർബലമായ വടക്ക് ഭാഗം കേന്ദ്രീകരിച്ച് ആക്രമണം സ്റ്റാർട്ട് ചെയ്തു. ആക്രമണത്തിൽ ചില കോട്ടഭാഗങ്ങൾ അവർ പിടിച്ചെടുത്തെങ്കിലും കനത്ത ആൾനാശമാണ് അവർക്കുണ്ടായത്. അതിനാൽ തന്നെ അത് നിലനിർത്താൻ അവർക്ക് ആയതുമില്ല. ജിയോവാനിയുടെ തന്ത്രപരമായ പ്രത്യാക്രമണങ്ങൾ കൂടിയായപ്പോൾ അവർ പിടിച്ചെടുത്ത ഭാഗങ്ങൾ ഉപേക്ഷിച്ച് പിൻവാങ്ങാൻ നിർബന്ധിതരായി. പക്ഷേ ഈ ആക്രമണത്തിൽ ആ ദൗർബല്യം പിടിച്ച ഭാഗത്ത് ഉള്ള സൈനികരെ മുഴുവൻ ഇല്ലാതെയാക്കാൻ ജാനിസറീസിന് കഴിഞ്ഞിരുന്നു. ദിവസങ്ങൾ ചെല്ലുന്തോറും കരയുദ്ധത്തിൽ തനിക്ക് വരുന്ന നാശനഷ്ടങ്ങൾ സുൽത്താനെ കടൽ യുദ്ധത്തിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു. മർമര കടലിൻ്റെ ഓളങ്ങളിൽ നങ്കൂരമിട്ട തുർക്കി നാവികപ്പടയോട്
ഏത് വിധേനയും ഗോൾഡൻ ഹോണിലേക്ക് പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി. എന്നാൽ അവിടെ തുർക്കി പടയെ കാത്തിരുന്നത് ഗോൾഡൻ ഹോണിൻ്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ച അതിശക്തമായ ചെങ്ങലയും ഇരുവശത്തും ഉണ്ടായിരുന്ന പ്രതിരോധ കോട്ടകളിൽ നിന്നും തീതുപ്പുന്ന പീരങ്കികളുമായിരുന്നു. ഈ രണ്ട് സംവിധാനങ്ങൾ അവരെ കനത്ത രീതിയിൽ തന്നെ പ്രതിരോധിക്കുകയും കുറേ കപ്പലുകൾ തുർക്കികൾക്ക് നഷ്ടമാവുകയും ചെയ്തു. പലപ്പോഴും തുർക്കി നാവികപ്പടയ്ക്ക് അവിടെ നിന്ന് പിൻവാങ്ങി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടി വന്നു. അതിനിടയിലാണ് ഒരു കിംവദന്തി പരക്കുകയും ഹംഗറിയിൽ നിന്ന് ശക്തമായൊരു സഖ്യസേന തയ്യാറായി ഏത് നിമിഷവും കോൺസ്റ്റാന്റിനോപ്പിളിനെ പ്രതിരോധിക്കാൻ എത്തുമെന്ന രീതിയിൽ. അതുകൂടിയായപ്പോൾ അപകടം മണത്ത സുൽത്താൻ ചില ഉപാധികളുമായി കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയെ സമീപിച്ചു. ഒരു സാമന്ത രാജ്യമാക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ച് പിരിയാം എന്ന രീതിയിലുള്ള ചർച്ചകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. എന്നാൽ സുൽത്താൻ്റെ അവസ്ഥ പരിതാപകരമാണെന്ന് മനസ്സിലാക്കിയ ചക്രവർത്തി അത് അവജ്ഞയോടെ തള്ളിക്കളയുകയും സുൽത്താനോട് നിരുപാധികം യുദ്ധം നിർത്തി തിരിച്ചു പോകാനും ആജ്ഞാപിച്ചു. കളങ്കിത ഹൃദയനായ സുൽത്താൻ പിന്നീട് വർദ്ധിത വീര്യത്തോടുകൂടി കരയിലൂടെയും കടലിലൂടെയും തുരങ്കങ്ങളിലൂടെയുമുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉത്തരവിട്ടു. ശക്തമായ ആക്രമണങ്ങൾ നടന്നുവെങ്കിലും ചെറിയ ചെറിയ നേട്ടങ്ങൾ മാത്രം നേടാനേ തുർക്കികൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ അതിന് അവർ നൽകിയ വില വളരെ വലുതായിരുന്നു. വലിയ ആൾനാശമാണ് തുർക്കികൾക്ക് ഉണ്ടായിരുന്നത്. ഇതിനു പുറമെ ഉപരോധത്തിൻ്റെ 40-ാം നാളിൽ സുൽത്താൻ്റെ സകല പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് തുർക്കികൾ ഉപരോധം തീർത്ത ബോസ്പറസിലൂടെ 4 യൂറോപ്യൻ സഹായ കപ്പലുകൾ കനത്ത പോരാട്ടത്തിന് ഒടുവിൽ ഗോൾഡൻ ഹോണിൽ പ്രവേശിച്ചു. നാവികപ്പടത്തലവൻ അഡ്മിറൽ ബുഡ്ഗ്ലുവിൻ്റെ കണ്ണ് പോലും നഷ്ടപ്പെട്ട ഈ ആക്രമണ സംഭവത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ നിവാസികൾക്ക് വർദ്ധിത വീര്യവും ആത്മവിശ്വാസവും സമ്മാനിച്ചപ്പോൾ തുർക്കികൾക്കിടയിൽ കനത്ത പരാജയ ഭീതിയാണ് സമ്മാനിച്ചത്. വെറും 4 യൂറോപ്യൻ കപ്പലുകൾ തുർക്കിയുടെ 10ഓളം കപ്പലുകളെ മുക്കിയാണ് അന്ന് ഗോൾഡൻ ഹോണിൽ പ്രവേശിച്ചത്. ആ യുദ്ധം നയിച്ച പടത്തലവനെ കോപം കൊണ്ട് ജ്വലിച്ച സുൽത്താൻ പിടികൂടുകയും അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചാട്ടവാരനടിച്ച് നാട് കടത്തുകയും ചെയ്തു. ഇതേ സമയം തന്നെ മറ്റൊരു തുർക്കിഷ് തുരങ്ക യുദ്ധത്തെയും കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പടയാളികൾ തകർത്ത് കളഞ്ഞിരുന്നു. കരയുദ്ധത്തിലും അന്നും ശക്തമായ ആൾനാശമാണ് സുൽത്താൻ നേരിട്ടത്. ഒരു രീതിയിലും കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഒരു ഭാഗത്തും പ്രവേശിക്കാൻ അതുവരെ സുൽത്താൻ്റെ ഒരു സൈന്യത്തിനും കഴിഞ്ഞില്ല. അതുമാത്രമല്ല, പിടികൂടിയ പല തുർക്കി സൈനികരെയും കഴുത്തിൽ വടമിട്ട് മറ്റു തുർക്കി സൈനികർ കാണെ അവർ തൂക്കിക്കൊല്ലുകൂടി ചെയ്തു. അതുകൂടിയായപ്പോഴേക്കും തുർക്കികൾ വളരെയേറെ വിഭിന്നരായി തുടരെയുള്ള പരാജയങ്ങളിലും തിരിച്ചടികളിലും ആൾനാശത്തിലും കടുത്ത നിരാശ ബാധിച്ച സുൽത്താൻ യുദ്ധം നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. ശേഷം അദ്ദേഹം തൻ്റെ കൂടാരത്തിലേക്ക് ഉൾവലിയുകയും 2 ദിവസത്തോളം പുറത്തിറങ്ങാതെ ഇരിക്കുകയും ചെയ്തു. ആ സമയങ്ങളിൽ അദ്ദേഹം ആരുമായും ചർച്ചകൾ ചെയ്യാനോ തന്ത്രങ്ങൾ മെനയാനോ മെനക്കെട്ടതേയില്ല. ഇതേ സമയം സുൽത്താൻ്റെ ഈ വിചിത്രമായ പെരുമാറ്റം തുർക്കി പട്ടാളക്കാർക്കിടയിൽ ശക്തമായ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാനിടയായി. പല പല ഭിന്നിപ്പിൻ്റെ സ്വരങ്ങളും അവിടെ ഉയർന്നു വന്നു. ഇതേ സമയം കോൺസ്റ്റാന്റിനോപ്പിൾ പട്ടണം ഒരു ആവേശത്തിൻ്റെയും ആർപ്പുവിളിയുടെയും മനോനിലയിലായിരുന്നു. അവർ യുദ്ധം ജയിച്ചു എന്ന പ്രതീതി പോലും അവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ 3-ാം ദിവസം ദൃഢനിശ്ചയോടുകൂടിയുള്ള മുഖഭാവവുമായി സുൽത്താൻ പുറത്ത് ഇറങ്ങി.